അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ഇന്ന് നടക്കും. പൂങ്കുന്നത്തെ വസതിയിൽ ഇപ്പോൾ തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങ് നടക്കുകയാണ്. അവിടെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. Listen! On parade! Go! On parade! Order! On parade! Break! വണ്ടി ബാക്കിലേക്ക് ജോർജ് വണ്ടി ലേശം ബാക്കിലേക്ക് ഔദ്യോഗികമായ ഗാർഡ് ഓഫ് ഓണർ നൽകി കഴിഞ്ഞിരിക്കുന്നു ഭാവഗായകൻ പി ജയചന്ദ്രന്. വസതിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ പൊതുദർശനമടക്കമുണ്ടാകും. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ വിയോഗം ഉണ്ടായത്. പാട്ടുകളുടെ ഋതുഭേദങ്ങളുടെ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച ഭാവഗായകൻ വിടവാങ്ങിയത് ഏറെ വേദനയോടെയാണ് സംഗീത ലോകം അതിനെ നോക്കുന്നതെന്ന് തന്നെ പറയാം. ഇന്നലെ പൊതുദർശനമുണ്ടായിരുന്നു. അവസാനമായി കാണാൻ അദ്ദേഹത്തിൻ്റെ ഇന്നലെ മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ട്. പി ആനന്ദ് ചേരുന്നുണ്ട്. ആനന്ദ്, നമ്മൾ കണ്ടതാണ് ഇന്നലെ സംഗീത നാടക അക്കാദമി ഹാളിൽ പൊതുദർശനത്തിനുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയൊരു ജനത്തിരക്ക് തന്നെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ പൂങ്കുന്നത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലെ സ്കൂളിലേക്ക് വിലാപയാത്രയായിട്ട് കൊണ്ടുപോവുകയാണ്. ഗാർഡ് ഓഫ് ഓണറൊക്കെ തന്നെ നൽകിക്കഴിഞ്ഞു. എത്ര സമയമായിരിക്കും ഇരിങ്ങാലക്കുട സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവുക? വികാരഭരിതമായ ഒരു നിമിഷം തന്നെയല്ലേ ഇപ്പോൾ? ജയചന്ദ്രനെ തൃശൂർ അതിന്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടെ തന്നെ യാത്രയാക്കിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി പി രാജനുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി കളക്ടർ അർജുൻ പാണ്ഡ്യയുണ്ട്. എന്നാലും അദ്ദേഹത്തിന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികളുടെ ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ യാത്ര ആരംഭിക്കും. തുടർന്ന് ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും അദ്ദേഹത്തിന്റെ പൊതുദർശനം ഉണ്ടായിരിക്കുക. അരമണിക്കൂറോളം സമയം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം പഠിച്ച സ്കൂളാണ്. ആ നാട്ടുകാരുടെയും അവിടുത്തെ പൗരസമിതിയുടെ എല്ലാം ആവശ്യപ്രകാരമാണ് സ്കൂളിലും കൂടി പൊതുദർശനത്തിന് വെക്കാനുള്ള ഒരു തീരുമാനമായത്. എന്തായാലും മിനിസ്റ്റർ ബിന്ദു ടീച്ചർ, ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അടക്കമുള്ളവരുണ്ട്. എന്തായാലും അതിനുശേഷം നേരെ പറവൂരിലെ അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്ക്, ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട്ട് വീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുന്നത്. പരമാവധി 3 മണിയോട് കൂടി തന്നെ 3 മണിക്ക് ശേഷം വൈകാതെ സംസ്കാര ചടങ്ങ് നടത്താനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. എന്തായാലും ഇന്നലെ തന്നെ, അതായത് സംഗീത നാടക അക്കാദമിയിലും നൂറുകണക്കിന് പേർ ഒരുപക്ഷെ പ്രവർത്തിക്കാൻ എത്തിയിരുന്നത്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ നടന്മാരും, മമ്മൂട്ടി, ബിജു മേനോൻ, അതുപോലെ തന്നെ സംഗീത മേഖലയിലെ പ്രഗത്ഭരും സംഗീത സംവിധായകരും ഗായകരും അടങ്ങുന്ന വലിയൊരു വിഭാഗം തന്നെ സമൂഹത്തിന്റെ നാനാവിഭാഗങ്ങളിൽ നിന്നുള്ള, നാനാ തുറകളിൽ നിന്നുള്ള മനുഷ്യർ എത്തി അദ്ദേഹത്തിന്, മലയാളത്തിന്റെ സ്വന്തം ഭാവഗായകനെ വിട നൽകിയിരുന്നു. എന്നാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് യാത്രയാകും. തുടർന്ന് ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ, അദ്ദേഹം പഠിച്ച സ്കൂളിലേക്കായിരിക്കും അദ്ദേഹം വിലാപയാത്രയായി പോകുന്നത്. തുടർന്ന് ഏതാണ്ട് അരമണിക്കൂറോളം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നേരെ എറണാകുളം പറവൂരുള്ള ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.
അന്തരിച്ച ഭാവഗായകൻ ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. എറണാകുളം പറവൂർ ചേന്നമംഗലം പാലിയത്ത് തറവാട്ട് വീട്ടുവളപ്പിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് സംസ്കാരം നടക്കുക. ഇപ്പോൾ തൃശ്ശൂർ പൂങ്കുന്നത്തെ വസതിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി ഇരിങ്ങാലക്കുട, അദ്ദേഹം പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. അല്പം മുമ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വക ഔദ്യോഗിക ബഹുമതികൾ ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. സർക്കാരിന് പ്രതിനിധിയായി മന്ത്രി കെ രാജൻ, തന്നെ ആർ ബിന്ദു അടക്കമുള്ളവർ അവിടെ ഉണ്ട്. ഇപ്പോൾ ഇരിങ്ങാലക്കുട, അദ്ദേഹം പഠിച്ച ഇരിങ്ങാലക്കുട സ്കൂളിലേക്ക് മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് അല്പസമയത്തിനുള്ളിൽ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടും. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശേഷം അവിടുത്തെ പൊതുദർശനത്തിന് ശേഷം 1 മണിക്കൂറോളം സ്കൂളിൽ പൊതുദർശനമുണ്ട്. അവിടെ നിന്ന് നേരെ എറണാകുളം പറവൂരിലെ തറവാട്ട് വീട്ടിലേക്ക്, ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി തറവാട്ട് വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് പി ജയചന്ദ്രൻ ലോകത്തോട് വിട പറയുന്നത്. ഒട്ടനവധി 16,000-ഓളം ഗാനങ്ങൾ പാടി മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെയുള്ള സംഗീത പ്രേമികൾക്ക് അദ്ദേഹം 16,000-ഓളം പാട്ടുകൾ പാടി. അതിന് ശേഷമാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ പല ഗാനങ്ങളും ഒരു വട്ടമെങ്കിലും മൂളാത്ത മലയാളികളില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും പാലിയത്ത് തറവാട് അതുല്യനായ ഗായകനെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ്. പാലിയത്ത് തറവാട് വീട്ടിൽ ഇരിങ്ങാലക്കുടയിലെ സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ജനിച്ച് വളർന്ന തറവാട് വീടാണ്, ഒരുപാട് ഓർമ്മകളുള്ള വീടാണ്. ഒരുപാട് ബന്ധുക്കൾക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പാലിയത്ത് തറവാട്ടിൽ നിന്നും സുധീഷ് ഗോപാൽ കൂടി ചേരുന്നുണ്ട്. സുധീഷ്, ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും ഇരിങ്ങാലക്കുടയിലെ സ്കൂളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുപോകാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ അരമണിക്കൂർ മാത്രമേ പൊതുദർശനമുള്ളൂ എന്നാണ് ആനന്ദ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം പാലിയത്തേക്ക് തന്നെയാണ് വരുന്നത്. ഒരുപാട് ഓർമ്മകളുള്ള അദ്ദേഹത്തിൻ്റെ ബാല്യമൊക്കെ തന്നെ ചെലവഴിച്ചത് അവിടെയാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ, ബന്ധുക്കളടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജനി, ഇവിടെ പാലിയത്ത് തറവാട്ടിലാണ് പി ജയചന്ദ്രൻ എന്ന മലയാളത്തിൻ്റെ ഭാവഗായകൻ പിച്ച വെച്ച് വളർന്നത്. 4ാം ക്ലാസ് വിദ്യാഭ്യാസം വരെയും ഇവിടെ താമസിച്ചുകൊണ്ടായിരുന്നു പഠനം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചോറൂൺ അടക്കം നടന്നത് ഈ തറവാട്ടിലെ തെക്കിനിയിലായിരുന്നു. ആ രീതിയിൽ അദ്ദേഹത്തിന് വലിയ ആത്മബന്ധമുള്ള തറവാടാണ്. ആ തറവാടിനോട് ചേർന്നുള്ള പിതൃസ്മൃതി എന്ന പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇവിടെ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ചടങ്ങുകളൊക്കെയും ഈ തറവാടിനകത്താണ് നടത്തുന്നത്. അതിനുശേഷം ഈ തറവാടിനോട് ചേർന്നുള്ള പിതൃസ്മൃതി എന്ന പറമ്പിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ, ഭഗവതി ക്ഷേത്രത്തിലെ പൂജകൾക്കായാലും ഒക്കെ തന്നെയും അദ്ദേഹം ഇവിടെ എത്തിച്ചേരാറുണ്ടായിരുന്നു. എല്ലാ ഏപ്രിൽ മാസത്തിലും ഇവരുടെ കുടുംബ സംഗമം നടത്താറുണ്ട്. അതിലും അദ്ദേഹം പങ്കെടുക്കാനായി ഇവിടെ ആരോഗ്യമായിരുന്ന കാലത്തൊക്കെയും എത്തിയിരുന്നു. എന്ത് തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് ഇവിടെ എത്താറുണ്ടായിരുന്നു. ഇത് പാലിയം ട്രസ്റ്റിൻ്റെ അധീനതയിലുള്ളതാണ്. എന്നാൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗവും ഈ ട്രസ്റ്റിൻ്റെ മാനേജരുമായ വേണുഗോപാൽ സാറ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിനോടുകൂടി ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയാണ് എന്നത് ഒന്ന് ചോദിക്കാം. സാർ, എങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്? എത്ര മണിയോടെ മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 9:30-10 മണിക്ക് മുമ്പായിട്ട് എത്തും എന്നുള്ളതാണ് പറഞ്ഞ് ഇൻഫർമേഷൻ വന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത്. 10 മണിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലത്തിറത്തി കിടക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ആദ്യത്തത്. ആ സമയത്ത് കാണാത്തവരുണ്ടെങ്കിലും മെമ്പർമാരുണ്ടെന്നുണ്ടെങ്കിൽ പാലിയത്തെ മെമ്പർമാർ പ്രത്യേകിച്ചും വരുന്ന ഒരു 50 പേര് കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അതല്ലാതെ ഇവിടെയുള്ള ഒരു 10-25 ഫാമിലി ഉണ്ട് പാലിയത്ത്, ഇവിടെ തന്നെ ഈ കോംപ്ലക്സിൽ താമസിക്കുന്നവർ. അവരെല്ലാം കണ്ടിട്ടുണ്ടാവില്ല പലരും. അവർ കണ്ട് നമസ്കരിച്ചതിന് ശേഷം പിന്നെ ചെറിയൊരു ചടങ്ങുണ്ടാവും അവിടെ. ആ സമയത്ത് ആരും അലൗ ചെയ്യില്ല അകത്തേക്ക്. എല്ലാം 4 കെട്ടിനുള്ളിലാണ്, പുറത്തല്ല, 4 കെട്ടിനുള്ളിലാണ്. അതിന് ശേഷമാണ് പിന്നെ പൊതുദർശനം. അത് നമുക്ക് ഈ ആൾക്കാരുടെ ക്രൗഡും ബാക്കിയുള്ള പോലീസുകാരുടെ സഹകരണവും ബാക്കിയെല്ലാം നോക്കിയിട്ട് എത്ര മണിക്കൂറോളം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അത്ര മണിക്കൂർ ചെയ്തതിന് ശേഷം പിന്നെ ഫൈനലി ബാക്കിയുള്ള ശേഷക്രിയകൾ ചെയ്യാനായിട്ട് അവിടെ അടയ്ക്കും.
അതിനുശേഷം കൊടുത്തു. നാലുകെട്ടിനകത്തായിരിക്കും. നാലുകെട്ടിനകത്തെല്ലാം നാലുകെട്ടിനകത്തായിരിക്കും. അതിനുശേഷം പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ഈ തെക്കേ വശത്തെ വാതിലുണ്ട്, അതിന് പ്രത്യേക വാതിൽ. അതാണ് ആ സമയത്താണ് തുറക്കാറുള്ളൂ. ഇപ്പം പിന്നെ മ്യൂസിയം ആവുകൊണ്ട് തുറക്കുന്നത്. മറ്റേത് ആ വാതിലിൽ കൂടെ തുറന്നിട്ടാണ് നേരെ ഇവിടേക്കുള്ള ഈ സൈഡിലുള്ള പ്രൈവറ്റ് ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു 1-1.5 മണിക്കൂർ നേരത്തെ ഇവിടുത്തെ ഒരു ക്രിയകളുണ്ടാവും. ഇളയത് ശീരിയൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ ഒരു പ്രത്യേക ഒരു മിക്സാണ്. പാലിയത്തെ ആചാരങ്ങളൊരു മിക്സാണ്. കുറച്ച് ബ്രാഹ്മണിക്കൽ, കുറച്ച് നോൺ ബ്രാഹ്മണിക്കലായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് പാലിയത്ത് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഇതിപ്പോഴും ഇദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു കഴിഞ്ഞൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എതിർച്ചയായി ഇങ്ങനെ പറഞ്ഞു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് ശരീരത്തിന് വയ്യായുണ്ടല്ലോ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇവിടെ കിടക്കണം, ഇങ്ങനെ മലന്ന് കിടക്കണം മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സെറ്റപ്പും ആൾക്കാരും എല്ലാ സാമഗ്രികളും ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഒരു 10-30 വർഷമായിട്ട് ഇവിടെ അങ്ങനെ ഇല്ല. എല്ലാവരും പുറത്ത്, ഫാമിലി എല്ലാം പുറത്താവുന്നുണ്ട്. തൃശ്ശൂരും എറണാകുളത്തൊക്കെ ആവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ഇവിടെയാണ് സംസ്കരിക്കുന്നത്. അതെ. ഒരുമാതിരി എല്ലാവരും ഇവിടെ തന്നെയാണ്. ഈ കുടുംബമായിട്ട് അദ്ദേഹം കൊച്ചിലെ വളർന്നതൊക്കെ ഇവിടെ അല്ലായിരുന്നു. എത്രത്തോളം? ഇവിടെയല്ല. അദ്ദേഹം രവിപുരത്ത് എറണാകുളം സൈഡിലായിരുന്നു. ആ സമയത്ത് 56-ന് ശേഷം പല ഫാമിലികളും പുറത്തേക്ക് പോയി. ഇവിടെ ഒരു 12 ഫാമിലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബേസിക്കലി. ഈ പാർട്ടീഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പഠിത്തത്തിനും ബാക്കിയുള്ള കാര്യത്തിനും ഉദ്യോഗാർത്ഥം ഒക്കെ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തേക്ക് ചേക്കേറിയല്ലോ. മദ്രാസ്, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ചിലർ കുറേ മിഡിൽ ഈസ്റ്റിൻ്റെ, കുറച്ച് അമേരിക്ക, ഇംഗ്ലണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ഫാമിലിയും ഇരിഞ്ഞാലക്കുടയിലാണ് ഒരു പള്ളിയും ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ സെറ്റപ്പായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ കുടുംബ സംഗമത്തിനും ഭഗവതി ക്ഷേത്രത്തിലെ പൂജയ്ക്കും ഒക്കെ വരാറുണ്ട്. അവസാനം എന്നാ വന്നതെന്ന് ഓർമ്മയുണ്ടോ? അവസാനം വന്ന് ഞാൻ പറഞ്ഞു പറ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടല്ലോ. ഒരു ഭഗവതി ഉണ്ട് ഇവിടുന്ന്, കോട്ടുപള്ളിക്കാവ് ഭഗവതിയും കുമരഞ്ചിറ ഭഗവതിയും, 2 ഭഗവതി ഇവിടെ വരും പാലിയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ 4 കെട്ടിലൊരു പറ പതിവുണ്ട്. അതാണ് ലാസ്റ്റ് വന്നത്. ഒരു 2.5-3 മാസമായി കാണും. ഒക്ടോബറിലായിരിക്കും തോന്നുന്നു എനിക്ക് പ്രിസൈസ്ലി. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനൊരു മോഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൃഷ്ണകുമാരേട്ടനോട്ട് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ യങ്ങർ ബ്രദർ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ചെയ്യാം, അതാണ് അദ്ദേഹത്തിൻ്റെ മോഹം എന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇത്രയും വലിയൊരു സെലിബ്രിറ്റി അല്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതനുസരിച്ച് ഇവിടെ ചെയ്യുന്നത്. അന്നൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു? കുറച്ച് മോശമായിരുന്നു. ഇത് തന്നെ 3 മാസം മുമ്പ് ഇവിടെ വന്നു പോയതാണ്. അന്ന് ഇവിടെ വെച്ച് സംസ്കാരം നടത്തണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം തന്നെ പങ്കുവെച്ചിരുന്നു എന്നതാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഈ കുടുംബവുമായുള്ള ഇവിടുത്തെ പറക്കെഴുന്നള്ളത്ത്, ഇല്ലെങ്കിൽ അത്തരം ഭൗതി ക്ഷേത്രത്തിലെ ഉത്സവം, അതോടൊപ്പം കുടുംബ സംഗമം, ഇത്തരം പരിപാടികളിലെല്ലാം നിത്യം വന്ന് ചേരാറുള്ള ഓർമ്മകളാണ് ജയചന്ദ്രനെ കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം കൂടെ ആയിരുന്നു. അവിടെ എത്തി അദ്ദേഹം തനിക്ക് ഇവിടെ കിടന്നുറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. 3 മാസത്തിന് മുൻപാണ് അവിടെ അദ്ദേഹം വന്നതെന്ന് പറയുന്നു. എന്തായാലും പ്രിയ ഗായകൻ പി ജയചന്ദ്രന് വിട നൽകാൻ ഒരുങ്ങുക തന്നെയാണ് കേരളം. അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തെ വസതിയിൽ നിന്നും ഇപ്പോൾ ഭൗതികദേഹം ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ 9:30 വരെ ആയിരിക്കാം പൊതുദർശനം. അതിനുശേഷമാണ് പാലിയത്തിലെ വീട്ടിലേക്ക്, പറവൂരിലേക്ക് കൊണ്ടുപോവുക. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലായിരിക്കും പിന്നീട് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ചടങ്ങുകൾ 3:30 തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും അതീവ ദുഃഖകരമായ ഒരു നിമിഷം തന്നെയാണ്. പൊതുവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയില്ല ആ പാട്ടുകൾ എന്ന് തന്നെ പറയാം. പക്ഷേ ആളുകളുടെ ഓർമ്മയിൽ എന്നും പാട്ടുകൾ. കഴിഞ്ഞ ദിവസം ശ്രീകുമാരൻ നമ്പിയും MG ശ്രീകുമാറൊക്കെ പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ അദ്ദേഹം ജസ്റ്റ് മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം പാടി വെച്ച പാട്ടുകളിലൂടെ ജീവിക്കും എന്നാണ് അവരൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്.